ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചേർന്ന തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ട് ഒരു പ്രസിദ്ധീകരണം വന്നിട്ടുണ്ട് PSCയുടെ തീരുമാനങ്ങളെ കുറിച്ച്. അപ്പൊ അത് നമുക്ക് ഏതൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ റീസെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവില്ല, ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അത് നമുക്ക് തസ്തിക മാറ്റം വഴിയാണ് LSD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ EMR വകുപ്പില് സെക്രട്ടറി ERA വകുപ്പിലെ സെക്രട്ടറിയുടെ തസ്തിക മാറ്റം മുഖേന വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് സർവകലാശാലകളില് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി. അപ്പോൾ പ്രധാനമായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ സർവകലാശാലകളിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അത്യാവശ്യം നല്ല രീതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വൈസ് ഒക്കെ പോകുന്നതാണ്. സർവകലാശാല മേഖല ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അഡ്വൈസ് ഒക്കെ പോകുന്നതാണ്. നിലവിൽ 105ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നതാണ് ഡിഗ്രി ലെവൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും സ്റ്റേഷൻ ഓഫീസർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അതിൽ നമുക്ക് ഡിഗ്രി ആയിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ കെമിസ്ട്രി, ഡിഗ്രിയിലോ കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ സ്റ്റേഷൻ ഹെഡ് SHO വരത്തില്ലേ, അതുപോലെ തന്നെ ഫയർ ആൻഡ് ഫയർ സ്റ്റേഷനിൽ നമുക്ക് എന്താണ് സ്റ്റേഷൻ ഓഫീസർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മെഡിക്കൽ ഓഫീസർ ഹോമിയോ വകുപ്പില്, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലെ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ വരാൻ പോകുന്നുണ്ട്. ടെക്നിക്കലൊക്കെ നോക്കുന്നവർക്ക് നല്ലതാണ്. അതുകൂടാതെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് 6 വർഷത്തിന് ശേഷമാണ് ഫിഷറീസ് വകുപ്പില് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വരുന്നത്. ലാൻഡ് യൂസ് വകുപ്പിലെ ജിയോളജിക്കൽ അസിസ്റ്റന്റ് വരുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ സ്റ്റേഷൻ ഓഫീസർ, അത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലെ സ്റ്റോർ കീപ്പർ, കേരള സർവകലാശാലയിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിലെ ബ്രോഡ് സ്ട്രാങ്ക്, അതിന് സ്ട്രാങ്കിന് ലൈസൻസ് ഒക്കെ ഉള്ളവർക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ വാട്ടർ അതോറിറ്റി ഫിറ്റർ, ഇത് നമുക്ക് തസ്തിക മാറ്റം വഴിയാണ് വരുന്നത്. പിന്നെ സംസ്ഥാന ജലഗതാഗത വകുപ്പില് അപ്ഹോൾസ്റ്റർ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റില് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ഡയറക്ടർ വരുന്നുണ്ട്, തസ്തിക മാറ്റം വരുന്നുണ്ട്. പിന്നെ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ വരെ നമുക്ക് അതായത് ഇനി വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോവാണ്. ഏകദേശം നമുക്ക് 29 കാറ്റഗറിയോളം വിജ്ഞാപനങ്ങൾ റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി ജനറൽ റിക്രൂട്ട്മെന്റ് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പില് അത് കാനഡ ടീച്ചറാണ് ജില്ലാ തലത്തിൽ വരുന്നത്. പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ വരുന്നുണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പില് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, അത് നമുക്ക് എസ്പെഷ്യലി പട്ടികവർഗം വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. പിന്നെ മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, അതും പട്ടികവർഗമാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാ തലത്തില് നമുക്ക് ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ വകുപ്പില് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വന്നിട്ടുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ വകുപ്പുകളിലെ ക്ലർക്ക്, അതും പട്ടികജാതി പട്ടികവർഗം ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അത് കൂടാതെ പിന്നെ നമുക്ക് NCA നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് കേരള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ മെഡിക്കൽ ഓഫീസർ ഹിന്ദു നടാറാണ് വരുന്നത്. പിന്നെ ഡ്രൈവർ, വുമൺ കോൺസ്റ്റബിൾ ഡ്രൈവർ, കേരള പോലീസ് വകുപ്പില് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, ഇത് NCA റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ വരുന്നത്. ജനറൽ നമുക്കിപ്പോൾ CPO WCPO ജനറൽ റിക്രൂട്ട്മെന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് പട്ടികജാതി വിഭാഗത്തിലെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യനും, അതുപോലെ സിനി അസിസ്റ്റന്റും LCI വരുന്നുണ്ട് കേട്ടോ. പിന്നെ NCA റിക്രൂട്ട്മെന്റില് നമുക്ക് കോൺസ്റ്റബിൾ, വിവിധ ബറ്റാലിയൻ കേരള പോലീസ് വകുപ്പില് കോൺസ്റ്റബിൾ ട്രെയിനി വരുന്നുണ്ട്. പിന്നെ പാലക്കാട് ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 നോട്ടിഫിക്കേഷൻ ആണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഫയർ ആൻഡ് സ്റ്റേഷനിൽ നമുക്ക് ഹെഡ് ഓഫീസറായിട്ട് വരുന്നുണ്ട്, അല്ലെ, സ്റ്റേഷൻ ഓഫീസറായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വരുന്നുണ്ട്.
അപ്പോൾ അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പിൽ 6 വർഷത്തിന് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷനൊക്കെ ഉടൻ തന്നെ റിലീസ് ചെയ്ത് നമുക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. നമുക്ക് എക്സാമുകളൊക്കെ വരാൻ പോവുകയാണ്. അതുകൂടാതെ നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 10th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് LDCയുടെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷന് മുൻപ് തന്നെ നമുക്ക് പഠനം ആരംഭിക്കുകയാണെങ്കിൽ നല്ല ടൈം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട്. അടുത്ത വർഷം നമുക്ക് എക്സാമും വരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ LDCയുടെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത്. 150 മെഗാ എക്സാംസ് ഓരോ ഡേയ്ക്കും, മെന്റർഷിപ്പ് സപ്പോർട്ട്, ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.